Hi all, welcome to More Taste in Less Time. In the More Taste in Less Time റെസിപ്പി നമ്പർ 65 ആണ്. അപ്പോൾ നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ചിക്കൻ 65 ആണ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട് ഈ ചിക്കൻ 65ക്ക് പിന്നിൽ. അത് ആദ്യം പറയുന്നത് 65 ദിവസം പ്രായമായ കോഴികളെയാണ് ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നതെന്നാണ്. പിന്നെ പറയുന്നത് 1965 ആദ്യമായി ഇങ്ങനെ ഒരു തരം ചിക്കൻ 65 പ്രിപ്പയർ ചെയ്തതെന്ന്. പിന്നെ പറയുന്നത് 65 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന്. പിന്നെ പറയുന്നത് ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിലെ 65th മെനു ആയിരുന്നു ഇത്. പിന്നെ ഒരു കോഴിയെ 65 പീസായി കട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നതെന്നും ഒരഭിപ്രായമുണ്ട്. എനിവേ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ രുചികരമായി 16 ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ ചിക്കൻ 65 ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കൻ. അതിലേക്ക് മസാല പൗഡർ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മോർ സ്പൈസി ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം. ഇനി മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ. ഇനി ഉപ്പ് ആവശ്യത്തിന്. ഈ മസാല പൗഡറെല്ലാം നമുക്ക് ചിക്കനിലേക്ക് നന്നായി യോജിപ്പിക്കാം. ഇനി നമുക്ക് ആവശ്യമായത് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്. ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അരമണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്യാം. ഇനി കോട്ടിങ്ങിന് ആവശ്യമായ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂണാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മൈദാപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇനി അര നാരങ്ങയുടെ ജ്യൂസ്, 1 കോഴിമുട്ട. ഇത്രയാണ് ആവശ്യമായത്. ഇനി മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ചിക്കൻ എടുത്തിട്ട് നമുക്കിതെല്ലാം ആഡ് ചെയ്യാം. ആദ്യം ഒരു മുട്ട ആഡ് ചെയ്യാം. പിന്നെ ലെമൺ ജ്യൂസ്, അര ലെമണിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യാം. മൈദാപ്പൊടി, അരിപ്പൊടി, കോൺഫ്ലോർ. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തത്. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ലോ ടു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യണം. ലോ ഫ്ലെയിമിൽ അത് നല്ല രീതിയിലൊന്ന് അകം എല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിം തന്നെ വേണം. ഇടയ്ക്കിടയ്ക്ക് മീഡിയം ഫ്ലെയിമും ആക്കി വെക്കണം. ഒരു 10-12 മിനിറ്റ് കൊണ്ട് എല്ലാ ചിക്കനും റെഡിയായി കിട്ടും. അങ്ങനെ ഒരു ഫസ്റ്റ് സെറ്റ് നമുക്ക് വറുത്ത് കോരാം. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് സെറ്റും നമുക്ക് 10-12 മിനിറ്റിൽ ലോ ടു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് വറുത്ത് കോരാം. ഇനി ഇതിൻ്റെ ചിക്കൻ 65യുടെ ഏറ്റവും പ്രധാനമായ ഒരു ഐറ്റമാണ് ഗാർണിഷിങ്. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഐറ്റംസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അത് 20 ഗാർലിക്ക്, 20 വെളുത്തുള്ളി നല്ല രീതിയിൽ ഫൈൻലി ചോപ്ഡാണ്. നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുത്ത 20 ഗാർലിക്ക് സോട്ട് ചെയ്തെടുക്കാം.
ഈ വെളുത്തുള്ളി നല്ലൊരു ഫ്ലേവറാണ് ചിക്കൻ 65-ന് കൊടുക്കുന്നത്. ഇനി പച്ചമുളക് 4 മുതൽ 5 വരെ പച്ചമുളക് ചേർക്കാം. രണ്ട് ഉണക്കമുളക് ചേർക്കാം. ഇനി കറി ലീവ്സ് നല്ലൊരു ഫ്ലേവറാണ് ചിക്കൻ 65-ന് കൊടുക്കുന്നത്. അപ്പോൾ കറി ലീവ്സ് നമുക്ക് നല്ല രീതിയിൽ ആഡ് ചെയ്യാം. ഒരു 5-6 മിനിറ്റ് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് വറുത്ത് കോരിയ ചിക്കനിൽ ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് കെച്ചപ്പ് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. ഞാനിവിടെ കെച്ചപ്പ് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കെച്ചപ്പ് യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.